ഹലോ, ക്രോഷേൻ്റെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. ഫസ്റ്റായിട്ട് കുറച്ചധികം യാൺസ് എടുത്തിട്ട് അതിൻ്റെ മിഡിലെത്തിയിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ യാൺസിന് നമുക്കൊരു പേരിട്ട് കൊടുക്കാം. ഈ സൈഡിൽ കൂടെ വരുന്ന ഈ യാണിനെ എ എന്നും ഈ ബണ്ടിൽമുള്ള ഈ സൈഡിലുള്ള യാണിനെ ബി എന്നും പറയാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എ എന്നുള്ള യാണിനെയാണ് എടുക്കുന്നത്. എ എന്നുള്ള യാണിന് നമ്മൾ ഈ ഹുക്കിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. മറ്റ് സൈഡിൽ കൂടെ നമ്മളെ ഈ സൈഡിലേക്ക് ചുറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ബി എന്നുള്ള യാണിനെയാണ് എടുക്കുന്നത്. ബി എന്നുള്ള യാണ് നമ്മൾ ഹുക്കിലേക്ക് കൊണ്ടുവന്ന് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയോ യാൺ ഓവർ ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റായിട്ട് എ എന്നുള്ള യാണിനെ നമ്മൾ ഈ ഹുക്കിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. പിന്നെ ബി എന്നുള്ള യാണിനെ ഈ 2 ലൂപ്പിലൂടെയോ യാൺ ഓവർ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ എ എന്ന യാണ് തീരുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോ മെറ്റീരിയൽ കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ബോ മേക്ക് ചെയ്യാൻ പോകുന്നത്. ഫൈനലി നമ്മൾ ഈ ഒരു യാണ് തീരുന്ന വരെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നല്ലോണം വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ടായിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഷേപ്പിനെ ഒരു ബോ ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഒരു യാണിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചുറ്റിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം. ഒരിക്കലും വിട്ടുപോരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് 2-3 പ്രാവശ്യമൊക്കെ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. നമുക്ക് നല്ല നൈസായിട്ട് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.